നമ്മളിപ്പോൾ ഈ വെളുത്തുള്ളി കൊണ്ടുള്ള കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ. അതായത് ഫസ്റ്റ് വെളുത്തുള്ളി ഫ്രൈ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ബോയിലും ചെയ്തു. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇതിൻ്റെ ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരൊറ്റ വെജിറ്റബിൾ വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ഗാർലിക്, വെളുത്തുള്ളി ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാൻ പോകുന്നില്ല, പച്ചക്കറി ഞാൻ മീൻസ് പൊടികൾ ചേർത്തും വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ. അതിപ്പോൾ ചോറിൻ്റെ കൂടെയോ ഇതിൻ്റെ വേണമെങ്കിൽ കഴിക്കാം, നമ്മുടെ സൗകര്യം പോലെ. നമുക്ക് ഏകദേശം പക്ഷേ ഒരു ഇഞ്ചിപ്പുളിയുടെ ടേസ്റ്റ് കിട്ടും ഇതിൽ കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ വെച്ച് ഒരു 2-3 ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് കേട്ടോ. ശരി, കൂടുതൽ പറയില്ല, ഒരു വീഡിയോയിലേക്ക് പോവാം. നമ്മളിതപ്പോൾ ഈ കറി ഉണ്ടാക്കാനായി ഒരു 10-20 അല്ലി, വലിയ അല്ലിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതപ്പോൾ അതെല്ലാം വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് ഏകദേശം ഒന്ന് കളർ മാറി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് എഗെയിൻ വേവിക്കുക കേട്ടോ. വേവിച്ച ശേഷം അത് നല്ലോണം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ പ്ലേലിസ്റ്റിലുണ്ട് വീഡിയോ. ഇതിങ്ങനെ ഉടച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ഉടച്ച് കഴിയുമ്പോൾ ഇതുപോലെയാവും. അതിലേക്ക് നമ്മൾ ഒരു ഉരുള പുളി കലക്കി വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്ത ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, മിക്സ് ചെയ്ത് നമ്മളിനി അതിനൊന്ന് അടച്ച് വെച്ച് ഇത്തിരി തിള വരുമ്പോൾ അതിലേക്ക് ഒരു ആവശ്യത്തിന് എരിവിന് ആവശ്യമില്ല മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, പിന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ്, കായം, പിന്നെ ലാസ്റ്റ് കുറച്ച് വെല്ലം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഉപ്പും മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് വെല്ലപ്പൊടിയും ഇട്ടു, എന്നിട്ട് അതിനെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അത് നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ അതിനെ ഒന്ന് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. അതാണ് അതിൻ്റെ സൈന്. ഇതതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിനെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മളൊന്ന് കടുക് വറുത്ത് കൊടുക്കുക കേട്ടോ. അതിന് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ചുവന്ന മുളക്, കറിവേപ്പില എല്ലാം കൂടി നല്ലോണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എന്നാൽ ടേസ്റ്റോ അപാരം. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ വെളുത്തുള്ളി കൊണ്ടുള്ള കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ. ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കഴിക്കണമെന്ന് എടുത്തില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. കഴിച്ച ശേഷം ഇതെടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ്. അത് വെച്ച് കഴിച്ചാൽ 2 ദിവസവും ഇപ്പോൾ കഴിക്കുമ്പോഴാണ് അറിയണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യണം. അതല്ലാതെ വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ടിട്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ഉണ്ടാവും, അതിലുണ്ട്. പക്ഷെ ഇങ്ങനെ അതിനെ ഉടച്ചിട്ട് ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ്. അതും പിന്നെ മോൾക്കൊക്കെ വന്നിട്ട് ഈ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വേവിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണം വരും എന്തായാലും. അപ്പോൾ അത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇതിൽ ഡബിളായിട്ട്, അതായത് ഫസ്റ്റ് വെളുത്തുള്ളി ഫ്രൈ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ബോയിലും ചെയ്തു, എന്നിട്ടാണ് ഞാൻ അതിനെ സ്മാഷ് ചെയ്തത്. അത് അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് ഇതുപോലെ ചെയ്യുക, അല്ലാത്തവർക്ക് നേരിട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.